സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വാഴ സിനിമയിൽ അടുക്കള മാളൂന്റെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരാനാണ്. അപ്പൊ ഇതന്നെയാണ് നിങ്ങൾ കാണുന്നത്, ആ പുറത്ത് കാണുന്നത് തന്നെയാണ് എൻ്റെ അടുക്കള. അപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല, ഒരു പഴയ മോഡൽ അടുക്കളയാണ്. എന്നാലും നിങ്ങളൊരു കാര്യമാക്കണം, ഞാൻ എൻ്റെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. എല്ലാവരും അടുക്കളയിൽ എന്താ ഉള്ളത്, പിന്നെ പൊതിച്ചോറ് ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അടുക്കള ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ആ ലൈക്കൊന്നും അങ്ങോട്ട് അടിച്ചോളി. അപ്പോൾ നമുക്ക് എൻ്റെ അടുക്കള അത് കാണാം. അപ്പോൾ ആ തന്നെ അമ്മിക്കല്ലുണ്ട് കാണിച്ചു വെച്ചിട്ട് പുറത്തേക്കാണ്ട് പോകുന്നതാണേ. അപ്പോൾ ഇത് ഈ കാണുന്ന മാതിരി നീങ്ങില്ല, ഇത് പടുത്ത് തേച്ചതാണേ. അപ്പോൾ എത്ര മിക്സിയും ജാറും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്ക് അമ്മിക്കല്ലും മരച്ചാള സുഖമായിട്ട് കിട്ടൂലേ. അപ്പോൾ ഞാൻ പിന്നെ അമ്മിക്കല്ലുമ്മ തന്നെ ഉള്ള അരക്കാറുള്ളത്. ഞാൻ പിന്നെ മിക്സി ഒന്നും ഉപയോഗിക്കാറേ ഇല്ല. ഇത് പിന്നെ ഒരു പുരാണ വസ്തുവാണ്, എൻ്റെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതില്ലാതെ പിന്നെ ചോറുണ്ട് ഇറങ്ങൂല്ല, ഇതുമാണ്ട് അരച്ചുള്ള ചമ്മന്തി കൂട്ടണൊക്കെ. അപ്പോൾ ഇതാണ് അമ്മിക്കല്ലിൻ്റെ വിശേഷം. നമ്മൾ ചിലവ് അത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ചിലവലാണ്. പിന്നെ ഇതവിടെ നമ്മൾ ഗ്യാസും കുറ്റിയും വെച്ചിക്കണം, ഇതന്നെ ഉള്ളിട്ട് പോയി. അപ്പോൾ ഇതെൻ്റെ അടുക്കളൻ്റെ ആദ്യത്തെ ഭാഗം കാണിച്ചാണ്. അപ്പോൾ ഇതാണ്, ഇതിങ്ങനെ നമ്മളെ അരി എന്നാ പറഞ്ഞത്, പഞ്ചസാരയും അങ്ങനത്തെ ഒക്കെ വെക്കണ. നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ, അപ്പൊ ഞാനിത് എപ്പോഴും ഉപയോഗിക്കും. അങ്ങനെ കുറച്ച് പഞ്ചസാര ഇതൊക്കെ ഞാൻ അങ്ങനെ സെറ്റ് വാങ്ങിയതാണ്. ഇത് പിന്നെ കുറച്ച് ഗ്ലാസും അങ്ങനത്തെ ഒക്കെയാണ്. ഉള്ളു ഇവിടെ ഒരു കഴിഞ്ഞ ഗോൾഡറ്റൊക്കെ ആരോ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. ഇതിന്മേ കുടിച്ചുള്ള സാധനമൊക്കെ എൻ്റെ കുട്ടിയോട് പൊട്ടിച്ചിക്കണേ. പിന്നെ ഇത് തുറന്ന് കാണിച്ചാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇനി തുറന്ന് കാണിച്ചാൽ പറ്റായിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ എന്തൊരു എൻ്റെ പഴയ പേഴ്സാണ്, ഒരു വൈലറ്റാണ് കേട്ടോ, ജ്വല്ലറിയിൽ നിന്ന് അടുത്തേക്ക് കിട്ടിയതാണ്. ഇനി ഞാൻ എൻ്റെ സ്റ്റോർ റൂം ഒന്ന് കാണിച്ചു വച്ചിട്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് സ്റ്റോർ റൂമാണ്. അതാ ക്യാമറ എടുക്കാൻ മറന്നു, എൻ്റെ കൂടെ വരാനാരുമില്ലേ ക്യാമറയ്ക്ക്. അന്ന് നമുക്ക് വാതിലൊന്നും. അപ്പോൾ അതാ ഞാൻ എൻ്റെ സ്റ്റോർ റൂം അങ്ങോട്ട് കാണിച്ചാൽ തന്നെ വിചാരിച്ചിട്ട് ഇപ്പോൾ പോകുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് നേരാക്കി വെച്ചോന്നല്ല, അത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇടല്, നല്ല നേരാക്കി തന്നെ ഇടല് കേട്ടോ. അപ്പോൾ അതാ തന്നെ ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടെ അതാ ഒരു കട്ടിംഗ് ബോർഡും പിന്നെ ഒരു പലൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ പത്തിരിൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഈ പുട്ടുംകുട്ടി ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവും കണ്ടിട്ട് പഴയതാ തോന്നുന്നു, പക്ഷെ ഇത് പുതിയതാണ്. ഇത് ഞാനേ ഒരു രസം ഉണ്ടായി, ഞാനേ ഗ്യാസുമ്മ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോഴത്തേന് ഇത് കഴിഞ്ഞിട്ട് ചോന്ന വെള്ളമായി. പഴയതുണ്ട് കേട്ടോ ഇവിടെ, നിങ്ങൾ കരുതുന്ന പോലെ പഴയതൊന്നല്ല, പുതിയത് തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ നല്ല രസമുള്ള ഒരു പാത്രം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജ്വല്ലറിയിൽ നിന്ന് ഇട്ടത് സ്വർണ്ണം വാങ്ങിയപ്പോൾ, പൈസ എടുത്ത് വാങ്ങിയതൊന്നുമില്ല. അതിൻ്റെ വലിയതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ. പിന്നെ ഇതാ ഇവിടെ കുറെ ജഗ്ഗുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ജ്വല്ലറിന്നിട്ട്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാട്ടോ ഈ ജഗ്. പിന്നെ ഈ കുറെ വെള്ളപാത്രങ്ങളുണ്ടോ, ഈ വെള്ളപാത്രങ്ങളൊക്കെ ഞാൻ എനിക്ക് ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ഈ പാത്രങ്ങളൊക്കെ കിട്ടോ കുറേ സ്വർണ്ണം എടുത്തുക്കണം, അപ്പോൾ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് പിന്നെ ഈ ഗ്ലാസ്സൊക്കെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഇത് നമ്മൾ ഇത്തിരി ചെമ്പാണ്, ഇതിൽ നൂൽപുട്ടും ഉണ്ടാക്കലുണ്ട്. ഇപ്പം ഞാൻ നല്ല പാത്രങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കും പറ്റണുണ്ടാവില്ല, പക്ഷെ ഇക്ക് ഇങ്ങനത്തെ ഒക്കെ തന്നെയോട് പറ്റുക. ഇപ്പോൾ വേറെ ഓരോന്ന് പുതിയത് ഇറങ്ങല്ലേ, ഇക്ക് പിന്നെ ഇതിൽ തന്നെ ഇവിടെ ഉണ്ടാക്കാനും അറിയാം. അവിടെ പിന്നെ അവിടെ കുറേ കൈലുകളുണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കൈലുകളാണ്, അതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ അവിടെ കുറേ കൈലുകൾ. പിന്നെ ഇതൊക്കെ കേക്ക് ഉണ്ടാക്കണമൊക്കെയാണ്, അതൊക്കെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതൊരു ചോറ്റും പാത്രമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗാണ്, ഇത് ഞാൻ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇതിൽ കുറച്ച് ശർക്കര ഒക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു നല്ല പാത്രമാണ്, ഇതിങ്ങനെ തുറക്കണതാണ്. ഇതിനുള്ളിൽ ഞാൻ കുരുമുളക് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഞാൻ അവിടെയും വെക്കും. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ കഴിയുമ്പോൾ ആക്കലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞേക്കണം, ഇതൊക്കെ സാധനം വാങ്ങാനായിക്കണേ. ഇതൊക്കെ
ഇതൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് വാങ്ങിയതാണ്, ഇങ്ങനെ നല്ല പൂവുള്ള പാത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഇഷ്ടപ്പെടാനുള്ളത്. അപ്പം ഇനി ഞാൻ അടിയിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മിക്സി ഞാൻ തൊട്ടിട്ടില്ലേ, ആ പെട്ടി കൊടുക്കാനാണ് കൊടുന്ന് വെച്ചതാണ്. ഞാൻ പിന്നെ തൊട്ടിട്ടൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു, അത് ഞാൻ പറ്റുകയാണെങ്കിൽ വീടുണ്ട്. ഇത് പിന്നെ എന്താ നമ്മുടെ അരിപ്പൊടിയുണ്ട് ഇതിനുള്ളിൽ. പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ കോടാണ്. ഇത് പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കലൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ആർക്കും വെള്ളം കോരാനൊന്നും പോലില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കിണറ്റിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ പൊടി മുറിച്ചിട്ടൊക്കെ കിടക്കാണ്. പിന്നെ ഇത് നമ്മളെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജഗ്ഗുകളും സ്റ്റീലിൻ്റെയും പിന്നെ നമ്മളെ തൂപാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ. പിന്നെ അതേപോലെ എണ്ണ കന്നാസ്, പിന്നെ എന്താ ഇവിടെ നമ്മളെ പുളിങ്ങളൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നമ്മളെ ലേസ് മുട്ടായൊക്കെ വാങ്ങുന്നതൊക്കെ ഇട്ടതാണ്. അങ്ങനെ അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇവിടെ അടിയിൽ നമ്മളൊരു ചമ്പട്ടി ഉണ്ട്, ഇതിൽ നമ്മൾ എണ്ണ ആട്ടിക്കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇനി വിശ്വാസമായിട്ടില്ലേ കാച്ചാൻ. ഇവിടെ നമ്മളെ പഴയ കുട്ടുമുട്ടുണ്ട്, പഴയതാണ് കണ്ടോ. അത് പുതിയതാണ് അറിയാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഇതൊക്കെ തന്നെ ഉള്ളു സ്റ്റോർ റൂമിലുള്ളത്. ഇപ്പോൾ കണ്ടോ എല്ലാവർക്കും. പിന്നെ ഇത് ഇവിടെ അരി ബക്കറ്റാണ് കണ്ടോ, ഇവിടെ അങ്ങനെ അരി ഇട്ടത്. പിന്നെ ഇത് നമ്മളെ മരത്തുമുണ്ടായ ഈനാമ്പായാണ്, അത് ഞാൻ പോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചത്. പിന്നെ ഇത് നമ്മൾ അരി എടുക്കുന്ന സാധനങ്ങളൊക്കെ വെക്കണം. അത് കൊടുക്കെത്തിക്കണം. ഇവിടെ ഞാൻ ഉപ്പിലിട്ടതാണ്. നെല്ലിക്കൊക്കെ കുട്ടികളൊക്കെ കഴിച്ചിക്കണം, നെല്ലിക്കകളൊക്കെ. പക്ഷേ നെല്ലിക്ക കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല രസമാണ്. ഞാൻ ഇട്ടതാണ് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രസമാണ്. ഇതിൽ ചീനോളക് ഇട്ടിരുന്നു കേട്ടോ, അവർക്ക് നല്ല ഇഷ്ടമാണ് ചീനോളക്. നമുക്കൊന്ന് തിന്നോക്കാം. അത് എരിവൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മോട്ടറാണ്. പിന്നെ നമ്മുടെ ഇവിടെയാണ് നമ്മളെ കുക്ക് ചെയ്യണമൊക്കെ എരിയൊക്കെ വാങ്ങണം. പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ കുറേ പാത്രങ്ങൾ ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നൊക്കെ എടുത്ത് കാണിക്കാൻ വെച്ചായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒക്കെ അങ്ങനെ വലിയ വലിയ ചെമ്പട്ടിയും അങ്ങനത്തെ ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അത് അവിടെ ഒക്കെ നല്ല പാത്രങ്ങൾ, നല്ല നല്ല പാത്രങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ പെട്ടി കാണുമ്പോൾ ഇതിൽ പാത്രമൊന്നും ഇല്ലയെന്ന്. അത് വെറുതെ ഇതാക്കി വെച്ചതൊന്നല്ല കേട്ടോ, അതിൽ സത്യം പറഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ട്, നല്ല നല്ല പാത്രങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വിരുന്നേരം വരുമ്പോൾ ഇട്ടെടുക്കാൻ അവിടെ ഒക്കെ ഉണ്ട് കുറേ പാത്രങ്ങൾ, ഡിന്നർ സെറ്റും അങ്ങനത്തെ ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ ഞാൻ റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട്. പിന്നെ ഇനി ഇവിടെ അപ്പോൾ ഇവിടെ പഴങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ ആകെ പുകയൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഉണ്ടാക്കലൊക്കെ ഇവിടെ ഗ്യാസും പുകടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകെ പുക പിടിച്ചിട്ടാണ്, അത് വൃത്തികേടായിരിക്കണം. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകും, ആൾക്കാർ കാണുമ്പോൾ ഇതല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനെൻ്റെ അടുക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് അടുക്കളൊക്കെ ഒന്ന് കാണിച്ചു തന്നിരിക്കണു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനും അടുക്കള ഒന്ന് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.